പി ജയരാജനും മകനുമെതിരായ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. സംസ്ഥാന സർക്കാർ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കുടപിടിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ചട്ടപ്രകാരം അനുവദിക്കാനാകില്ല എന്നായിരുന്നു സ്പീക്കർ എടുത്ത നിലപാട്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരായ മനു തോമസിന്റെ തുറന്നുപറച്ചിൽ സഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. എന്നാൽ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം പ്രതിപക്ഷത്തെ നിരാശരാക്കി. ആദ്യം തടസ്സവാദം ഉന്നയിച്ച പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ്, ഇത് അഭ്യൂഹങ്ങളുടെയും വ്യാജോക്തികളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ആരോപണവും അപകീർത്തികരമായ പ്രസ്താവനയും അടങ്ങിയതാണ്. അതുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ പാടില്ല. ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന സ്പീക്കറും നിലപാടെടുത്തു. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. മനു തോമസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണെന്നും വിഷയം സർക്കാർ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ക്വാറി ഉടമകൾക്ക് സഹായം ചെയ്യാൻ ഏരിയ സെക്രട്ടറിയെ വരെ മാറ്റിയെന്നും അധോലോക സംഘങ്ങൾക്ക് ഭരണപക്ഷം കൂട്ടുപിടിച്ചു നിൽക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം വിഷയം നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. 24 തിരുവനന്തപുരം.